2, 3, 4, 5, 6, 7, 8. ദയവുണ്ടായി ഇത് കൊണ്ടുപോകരുത്. കുടിയിൽ പൈതങ്ങൾ പട്ടിണിയില്ല. ഒറ്റത്തെങ്ങിന്റെ മുതലാണെങ്കിൽ അതെ, കൊടുക്കാനുള്ള പലിശയുടെ പകനായി എടുത്തോണ്ട് വരാനാ കുട്ടമ്മൂസന്റെ കൽപ്പന. നിവൃത്തികേട് കൊണ്ടല്ലേ. ഇത്തവണത്തേക്കെങ്കിലും ഒന്ന് പൊറുക്കാൻ പറ തമ്പ്രാനോട്. പലിശക്കാരത്തിൽ മാറ്റോ? ഭൂമി കീഴ്മേൻ പറഞ്ഞാലും നടക്കുമെന്ന് തോന്നില്ല. വാങ്ങിയ മുതലിന്റെ ഇരട്ടി പലിശയെ തന്നു കഴിഞ്ഞില്ലേ, ഇനിയും തന്നുകൊണ്ടേയിരിക്കണം. അതാ അതിന്റെ ഒരു രീതി. മുതലല്ല മുഖ്യം, പലിശയാ. ആ എത്രയുണ്ട്? 8 നാളികേരം. എടാ പപ്പടക്കാരനെ എരപ്പേ, എത്ര തല്ല് കിട്ടിയാലും നീ പഠിക്കുന്നില്ലല്ലോ. എന്നെ ഇങ്ങോട്ട് നടത്തിക്കരുതെന്ന് എത്ര പറയണം നിന്നോട്? കുട്ടികൾ പട്ടിണിയില്ല, ഈ മുതൽ കൊണ്ടുപോകരുത്. പട്ടിണിയാണെങ്കിൽ കുട്ടികൾക്ക് മണ്ണ് വാരി കൊടുക്കടാ. അന്തം വിട്ട് നിൽക്കാതെ സാധനം വീട്ടിലെത്തിക്കടാ. അയ്യോ കൊണ്ടുപോകരുത്. ഒറ്റ തെങ്ങില് 1 മാസത്തെ വരുമാന. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? പറഞ്ഞത് കേട്ടില്ലേ? മണ്ണ് വാരി തിന്നോ. ആ അടുത്ത തവണ എന്നെ ഇങ്ങനെ നടത്തിച്ച പപ്പടക്കാരന് ആണ്ടിയുടെ ഏക വരുമാനമായ ഈ ഒറ്റത്തെങ്ങ് ഞാനങ്ങ് മുറിച്ചോണ്ട് പോകും. പലിശ അതെങ്ങനെയായാലും ഞാൻ പിരിക്കും. തന്മൂസതിന് മുതലല്ല മുഖ്യം, ഒരിക്കലും തീരാത്ത പലിശയാണ്. മനസ്സിലായല്ലോ? ആ എല്ലാം കണക്കും പ്രകാരം ഇല്ലേ? ഉണ്ട്. പലിശ പിരിക്കുമ്പോ പറഞ്ഞു പിരിക്കണം. എന്തു പറയണം? മുതലിനേക്കാൾ പലിശയാണ് മുഖ്യമെന്ന് പറയണം. പറയാറുണ്ട് മുതലാളി. പക്ഷെ ചില ഇരപ്പകൾ കണ്ണീരും കൈമായിൽ മുമ്പിൽ വരുന്നു. അടി എത്ര കൊടുത്തിട്ടും കാര്യമില്ല. എടോ, സ്വന്തം മുതലിനെ ഒരു കളിപ്പാട്ടമാക്കി വെച്ച് അന്യന്റെ മുതലിനെ തന്നിലേക്ക് എത്തിക്കുക, അതാണ് ഈ പലിശ കച്ചവടത്തിന്റെ ഒരു സൂത്രം. മുതല് വാങ്ങിയവൻ ഒരു കാലത്തും അത് തന്നു തീരരുത്. പലിശയാണെങ്കിലോ തന്നുകൊണ്ടേയിരിക്കണം. എടോ, എന്താടോ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? കൊപ്രയാട്ടിയോ? ഇല്ല. എന്നാ പോയി ആട്ടിനയുടെ നായിന്റെ മക്കളെ, കുട്ടമ്മൂസതിന്റെ വായിന്ന് വീഴുന്ന വിഴുങ്ങാൻ നിൽക്കുന്ന എരപ്പകള്. ഓ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? അത് കുട്ടമ്മൂസുവിന്റെ വായിന്ന് വീഴുന്നത് വിഴുങ്ങാൻ നിൽക്കുന്ന ഇരപ്പകൾ. ഹേയ്, അതല്ലടോ പലിശയുടെ സൂത്രം. അത് തന്നെ. മുതലാളിക്ക് പലിശ കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അത് തന്നെ. പാൽക്കഞ്ഞി കുടിച്ചിട്ട് മതി പ്രസംഗം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ സുഭാഷിണി, ഈ പണക്കിഴികളൊക്കെ എടുത്ത് മേശയിൽ വെക്കുക. കണക്കുകളൊക്കെ രാത്രി നോക്കാം. തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കണമായിരുന്നു. മരത്തേക്ക് വന്നോട്ടെ. പലിശ തരാനോ ചോദിക്കാനോ ആണെങ്കിൽ മുന്നോട്ട് വരാം. അല്ല സങ്കടം ബോധിപ്പിക്കാനാണെങ്കിൽ വന്ന വഴി അങ്ങോട്ട് തിരിച്ചു പോവാ. കടം ചോദിക്കാനാണേ. എങ്കി വരിക. ആരാ? എവിടുന്നാ? കൊറ്റകുളങ്ങരയെന്നാണേ. നമ്മുടെ പേര് കൊച്ചുണ്ണിന്നാ. മാലോകരു രസത്തിന് കായംകുളം കൊച്ചുണ്ണിന്ന് വിളിക്കും. കൊച്ചുണ്ണിയോ? സുഭാഷിണി, വേഗം പണക്കിഴി എടുത്ത് അകത്ത് വയ്ക്കുക. എന്താ എന്താ നിനക്ക് വേണ്ടത്? നമ്മള് കക്കാൻ വന്നൊന്നും അല്ലേ. ഇങ്ങനെ പരവശനാവണ്ട. പിന്നെ കൂടുതലൊന്നും വേണ്ട, ഒരു നാഴി പോലും വേണ്ട. ഓഴയ്ക്കും. കള്ളന് കഞ്ഞി വെക്കാൻ കുത്തരി സഹായം വേണമെന്ന്. കൊള്ളാമല്ലോ കാര്യം. എന്തിനാണാവോ? കുടുംബം പുലർത്താനാ? അല്ലല്ല, വിഷം കലക്കി കുടിച്ച് മരിക്കാനാണേ. കുട്ടമ്മൂസതിനോടാ പരിഹാസം? ഈ ദേശത്തെ പല പ്രമാണിമാരെയും നീ വട്ടം ചുറ്റിക്കുന്നുണ്ടാവും. പക്ഷേ കളി എന്നോട് വേണ്ട. ഓ വേണ്ട, ഇവനോട് പിണങ്ങണ്ട. ഇവൻ പണി പറ്റിക്കുന്ന ഉറപ്പാ. കുത്തരി എടുത്ത് കൊടുക്കുന്നതാ ബുദ്ധി. അതെ. നീ രാത്രി വാ, കഞ്ഞി ഞാൻ ഉണ്ടാക്കി വെച്ചോളാം. എന്താ, വിഷം പാകത്തിന് ചേർത്തങ്ങോട്ട് കഴിക്കാലോ? ശരി, നമ്മളെന്നാ രാത്രി വരാം. പക്ഷെ അവസാനം മുതലാളി പറഞ്ഞ് പറ്റിക്കരുത്. ജീവിക്കാൻ യാതൊരു നിർവാഹമില്ലാത്തോണ്ടാ മരിക്കാൻ തീരുമാനിച്ചത്.
ആയിക്കോട്ടെ, തൽക്കാലം രാത്രി വാ. ശരി, ഞമ്മക്കെന്നാ രാത്രി കാണാം. ഇന്ന് രാത്രി കക്കാൻ വരുന്നുള്ളത് ഉറപ്പാ. വെല്ലുവിളിച്ചത് ബുദ്ധിമോശമായി പോയി. അവൻ വരട്ടെ, പന്നിപ്പടക്കം എറിഞ്ഞ് ഞാൻ കൊല്ലിക്കും. എന്താടി കള്ളന്റെ ചന്തവും കണ്ട് നിന്ന് പണക്കിഴി അകത്തുകൊണ്ടുപോയി വെക്കാം മൂശട്ടെ.